വരണോ? കരയണ്ടേ, ഞാനിതാ വരണു. അമ്മ, ഞാൻ പാലിറക്കാൻ പോവാട്ടാ. പോയിട്ട് വരാം. ചേച്ചി പാല്. ചേച്ചി സാറ് വന്നോ? അതൊക്കെ ഒരു മാറ്റം ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലൊക്കെ തമ്പുരട്ടിയാണെന്നാണ് വിചാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിലും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച ഒരു വസ്ത്രങ്ങളുടെ കലവറ വരാൻ പോകുന്നു. അതിന്റെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും നിർവഹിക്കാൻ പോകുന്നത് നമുക്കേറ്റവും ഗൾഫിൽ പോയല്ലേ, ഇന്നെന്താ ജോലിക്ക് പോയില്ല? പോയില്ലടാ, ഇന്ന് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അപ്പൊ പോയില്ല. നിന്റെ മറ്റേ കാര്യം എന്തായി? അതൊന്നും ശരിയാവില്ലടാ. അന്നടാ നീ ട്രൈ ചെയ്യടാ, അവർ റെഡി ആവുന്നതായാലും. അത് കാര്യമില്ലടാ, മാക്സിമം നോക്ക് റെഡി ആവേണ്ട അവിടെ പോവാൻ ട്രൈ ചെയ്യാ, അത്ര തന്നെ. ഉദ്ഘാടന മാമാങ്കത്തിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ശരി, നാളെ ഓക്കേടാ, ശരി ശരി ശരി. എന്തായിരുന്നു പക്ഷേ പരിപാടി? പരിപാടി ഒന്നുമില്ല, ബാങ്ക് വരെ ഒന്ന് പോണ്ട വന്നു. തനിക്കെന്തൊരു മൂഡ് ഓഫ്? പറ, കമ്പനിയിലെ എന്തെങ്കിലും ഇഷ്യൂ? ഒന്നുമില്ല. താൻ കേറിക്ക്. താൻ കാര്യം പറയടോ. അമ്മയ്ക്കിപ്പോ ഭയങ്കര ക്ഷീണം. ഓപ്പറേഷന്റെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞേ? എത്രയും പെട്ടെന്ന് വേണമെന്നാ പറഞ്ഞേ. അപ്പൊ ഒരു സംഖ്യ ആവൂല്ലേ? എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതാണിപ്പോ ഒരു പ്രശ്നം. താൻ ടെൻഷൻ ആവണ്ട, ദൈവം അതിനൊരു രൂപത്തിൽ നമ്മളെ സഹായിക്കും, പേടിക്കാതിരിക്കും. ഒന്ന് പോടാ, പുറത്താരോ വന്നിട്ടുണ്ടായിരുന്നു, പോയി നോക്കിയേ. അത് ഉസ്താദ് ഉപ്പയാണ്. വാ ഉസ്താദേ, കയറ്. ഉസ്താദ് ഇരിക്ക്. എന്തായി പാത്തു, ഉസ്താദ് എത്തിക്ക്. എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കെല്ലാം കാലമാക്കി എടുക്കണ്ടേ? മെല്ലെ പറ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് പുളയ്ക്കുന്നേ? ആടെ പോയി ഇരിക്ക്. എന്നൊന്ന് എപ്പോഴും ഒരു ഉസ്താദും സൽക്കാരം. എനിക്ക് വയ്യ. ഇപ്പൊ ഏടെ നോക്കിയാലും പന്ത് കളീന്റെ വർത്താനുള്ളൂ അല്ലേ? ഉസ്താദിന്റെ ടീം ഏതേനു? നമ്മളെ ടീം അർജന്റീന. ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് വരട്ടാ. എന്തായി പാത്തു? മനുഷ്യ ദാ ഇരിക്കുന്ന എടുത്ത് കൊണ്ട് വയ്യ്. പാത്തു വിളിച്ചിരിക്കാതെ. എന്നാ ഉസ്താദേ വാ, നമുക്ക് കൈ കഴുകുക.
ആ മതി. മതി. ഇരിക്കും. കുട്ടിയിലെ കുറച്ച് ചൂടുന്നുണ്ട്. പാത്തുവോ ലേശം ചൂടുവെള്ളം നോട്ടെ. എന്താ പച്ചവെള്ളം ഇറങ്ങൂലേ? ചൂടുവെള്ളം ഇറങ്ങുള്ളോ? ഏക്ക് എടുത്താലോ? ഏക്ക് കിട്ടിയിട്ടുണ്ട്. ഏക്ക് വെച്ചിട്ട് കളിച്ചിട്ട് കുറേ. ഉസ്താദിനെ ഞാൻ ഇറക്കി തരാം. വേണ്ട, ഞാനോട് പോയിക്കോളാം, ഇവിടെ അടുത്തല്ലേ. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വീട്ടുകാരത്തിനോട് പറയട്ടാ. ഓക്കെ. ആ നിങ്ങളിങ്ങനെ നാട്ടുകാരെ സൽക്കരിച്ച് നടന്നു. പണിക്ക് 10 ആൾക്കാരെ നിർത്തേണ്ടി വരും. ഓ പിന്നെ എന്റെ റബ്ബേ, എനിക്ക് വയ്യ. ഈ വരുന്ന കർക്കിടകത്തിലെങ്കിലും എന്റെ നടുവ് ഒന്ന് കൊണ്ടുപോയി ഒഴിഞ്ഞ് നേരെയാക്കണം. മനുഷ്യ, നിങ്ങൾ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? ഇനി എന്റെ ഷർട്ട് ഒന്ന് ഇസ്തിരി ഇടണോ? നാളെ എനിക്കൊരു ഉദ്ഘാടനം ഉള്ളതാ. നിങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് നടന്നു. അതെങ്ങനെ? അല്ലേലും നാട്ടുകാരെ പറ്റിച്ച് കിടക്കുന്നവർക്ക് നാട്ടിൽ നല്ല ഡിമാൻഡാണ്. ഞാനിന്ന് നേരം വഴിക്ക് എന്റെ ബസ് പോയി. എന്റെ കാര്യമൊന്നും പറയണ്ട. ഇന്ന് അമ്മയ്ക്ക് വീട്ടിൽ കറി പോലും വെച്ചിട്ടില്ല. അമ്മയ്ക്ക് ഇത്തിരി ക്ഷീണം കൂടുതലാ, അതുകൊണ്ട് ഞാനും വൈകി. ഹലോ, എപ്പോ? എവിടെ? ആ, ഇപ്പൊ വരാം. ആ, എന്ത് പറ്റി മോളെ? അമ്മയ്ക്ക് സുഖമില്ല. അമ്മേനെ ഹോസ്പിറ്റലാക്കിയേക്കാ. ആണോ? ആ, നീ ഒരു കാര്യം ചെയ്യ്, സാറിനോട് ചോദിച്ചിട്ട് വേഗം പൊക്കോട്ടാ. ആ വേഗം പോ. ആ ചേച്ചി. നീ അവിടെ എത്തിയോ ഒന്ന് വിളിക്കേട്ടാ. ആ. ഹലോ. വിനിത, നീ എവിടെയാ? അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി, ഹോസ്പിറ്റലാക്കി. ഞാനങ്ങോട്ട് പോവാ. ഒന്ന് ഡ്രസ്സ് മാറേണ്ട താമസം. നീ അങ്ങോട്ട് വന്നേക്കോ. ശരി, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ. സംഗതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡയാലിസിന്റെ പരിധിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് സർജറി നടത്തിയേ പറ്റൂ. അത് 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ വേണം. ടെൻഷൻ ആവണ്ട. പിന്നൊരു ഓർഗൻ മാച്ചിങ് കേസ് വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാം. ശരി ഡോക്ടർ. കുറച്ച് കഴിക്കാമേ. കഴിക്കേ. ഹലോ. അമ്മക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് ഭയങ്കര വാശിയാ. ഭക്ഷണം പോലും കഴിക്കുന്നില്ല. എന്നാ അഡ്മിറ്റാക്ക. ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ശരിയാവാൻ സമയമെടുക്കും. മെമ്പറോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പരിചയത്തിൽ ആളുണ്ട്, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. താൻ ടെൻഷൻ ആവണ്ട, കൂളാവ്. ശരി. കഴിക്കമ്മ, ഇത്തിരി കഴിക്കേ. ലേശം. വീട്
വീട് ഇവിടെ എവിടെയോ എന്നാ തോന്നുന്നു. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ചോദിച്ചു നോക്കിയാ പോരെ? ആ വീട് ഇത് തന്നെയാന്നാ തോന്നുന്നു. നവ്യ, അതെ, ഞാൻ കുട്ടിയാലി. വിനീത് പറഞ്ഞില്ലേനാ? വിനീത് പറഞ്ഞിരുന്നു. അമ്മ ഉറക്കത്തില്ല, ഞാൻ വിളിക്കാം. വേണ്ട മോളെ, അമ്മ ഇറങ്ങിക്കോട്ടെ, വിളിക്കണ്ട. ഓപ്പറേഷൻ എന്നൊക്കെയാ പറഞ്ഞത്? ഓപ്പറേഷൻ 2 ആഴ്ചക്കുള്ളിൽ വേണമെന്നാ പറഞ്ഞേ. ഇത് ഞാൻ ഉസ്താദാ. ഉസ്താദിന് ഇന്നലെ ഭയങ്കര തിരക്കേനു, അതുകൊണ്ടാ ഇന്നലെ വരാൻ പറ്റാഞ്ഞു. അല്ലേ ഉസ്താദെ? മോള് ഓപ്പറേഷന്റെ പൈസനെ കുറിച്ചിട്ട് ബേജാറാവൊന്നും വേണ്ട, അതിനെ കുറിച്ചിട്ട് ആലോചിക്കാൻ വേണ്ട. അതൊക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ. എല്ലാം പടച്ചെറുപ്പിന്റെ കയ്യിലെ മോളെ, ഒക്കെ ശരിയാവും. എന്നാ ഞാള് ഇറങ്ങിക്കോട്ടെ മോളെ. നവ്യേ, നവ്യേ, എന്തോ? പിന്നെ ആ പാസ്ബുക്കിന്റെ കോപ്പി ഒന്നും. എടുക്കാം. കോപ്പി പോരെ? ഓപ്പറേഷന് എത്ര ആവുന്നാ പറഞ്ഞത്? മൊത്തം ഒരു 20 ലക്ഷം ആവുന്നാ പറഞ്ഞേ. എന്നാ ശരി, തരട്ടെ. ഉസ്താദെ, സംഗതി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. ഒരു 10, 30, 35 ലക്ഷം റുപ്യ വരുമെന്നാ തോന്നുന്നു. എന്റെ റബ്ബേ, ഒരു കിഡ്നിക്ക് 35 ലക്ഷം? പടച്ചോൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരും. പിന്നെ ഞാൻ തുടങ്ങി വെക്കാം. ഉസ്താദും കൂടി ഒന്ന് പറയണോ? എന്നാലേ നാട്ടുകാർക്ക് വിശ്വാസമാവും. അതിനെന്താ കുട്ടിയാലേ, ഒരു നല്ല കാര്യത്തിനല്ലേ, നീ ധൈര്യമായിട്ട് തുടങ്ങി വെക്ക്. ശരി ഉസ്താദ്. ഇരിക്കടോ. ഉദ്ഘാടനമൊക്കെ ഗംഭീരായി. പിന്നെ ഈ ലക്കിടിപ്പ് വെച്ചുകൊണ്ടേ പ്രതീക്ഷയിലധികം ആളെ കിട്ടും. സമ്മാനം മേടിക്കാൻ വരുന്നവരുടെ തിരക്കായിരുന്നു. ചാരിറ്റി ഒക്കെ എങ്ങനെ പോണു? ഇങ്ങനെ പോന്നു. ഫണ്ടൊക്കെ ധാരാളം വരുന്നില്ലേ? അത്യാവശ്യത്തിന്. വന്നില്ലേ? സന്തോഷം. എനിക്ക് ലേശം തിരക്കുണ്ട്, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. എല്ലാം ചാരിറ്റിക്കാണല്ലോ പോണത്, അതെന്റെ ഒരു ആശ്വാസം. അസ്സലാമലൈക്കും. ഞാൻ കുട്ടിയാലി കൊയിലാണ്ടി. എന്റെ അയൽവാസിയായ ജുട്ടിയുടെ അമ്മ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നിർബന്ധമായും വേണം. അതിന് ഏതാണ്ട് 10, 30, 35 ലക്ഷം രൂപ വരെ വേണം. അതിനാൽ നിങ്ങളാൽ കഴിയാവുന്ന സംഭാവനകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും കുട്ടിയാലിയും കൂടെ ഇന്നലെ നവ്യയുടെ അമ്മയെ കാണാൻ പോയിരുന്നു. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന ചെയ്ത് അവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി പടച്ചവൻ നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. 10 ലക്ഷമൊക്കെ എത്ര പെട്ടെന്നാ ഒപ്പിക്കണേ? നീ എവിടെയായിരുന്നു? ഞാൻ വിനീതിന്റെ അടുത്തേക്ക് പോയിരുന്നു. അവൻ കുറച്ച് പൈസയുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നവ്യക്ക് വേണ്ടിട്ട്. കുട്ടിയാലയുടെ വിട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? എനിക്കൊരു സംശയം, ഇതിന് 35 ലക്ഷമൊക്കെ വരുമോ? അത് അവന് വേണ്ടിയല്ലോ, നാട്ടുകാർക്ക് വേണ്ടിയല്ലോ അവൻ ഉണ്ടാക്കണം. നിനക്ക് എന്തെങ്കിലും സംശയം മാത്രമേ ഉള്ളൂ? ഈ നമ്മുടെ മെഡിക്കൽ കോളേജിൽ കിഡ്നി മാറ്റിക്കണില്ലേ, പാവപ്പെട്ടവർക്ക് അവിടെ പോയി പോരെ? ഈ 5 നക്ഷത്ര ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് ആർക്കും നിർബന്ധം? അതും ശരിയാ, അവിടെ നടക്കുന്ന കുട്ടികളെല്ലാം മെഡിക്കൽ കോളേജിൽ ഫ്രീയായിട്ട് നടക്കും. ഞാനതല്ല ചോദിക്കുന്നത്, ഇവനെപ്പോഴും എന്തിനാ കുട്ടിയാലി കൊയിലാണ്ടി എന്ന് പറയുന്നത്? അവന്റെ തറവാട് സ്വത്താ കൊയിലാണ്ടി? നമ്മുടെ ആട്ടാരനെ 10ാം ക്ലാസ് പൊട്ടിയതാ. കുറച്ച് നാൾ ഡ്രൈവറായിട്ട് ജോലി ചെയ്തു, പിന്നെ ഒറ്റ പണിക്കും പോയിട്ടുണ്ട്. ഇപ്പൊ കാറ്, ബംഗ്ലാവ്, ചാറ്റിക്കിറങ്ങി ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നിന്നൊന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റില്ല. അവിടെ പോവാ. എന്തായി ഡോക്ടർ? നിങ്ങള് റൂമിലേക്ക് ഇരിക്കും, ഞാൻ വരാം. ഓപ്പറേഷൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ 1-2 മാസങ്ങളോളം 1-2 ചെക്കപ്പുകൾ കൂടി വേണ്ടി വരും. അതുവരെയ്ക്ക് ഈ പബ്ലിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് അധികമൊന്നും വേണ്ട, കാരണം ഇൻഫെക്ഷന്റെ സാധ്യത കൂടുതലുള്ള സമയമാണ്. പിന്നെ ഒബ്സർവേഷൻ കഴിയട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ ഡോക്ടർ.
താങ്ക് യു. വിനീതേ കുറെ നാളെ കണ്ടിട്ട് എന്റെ അമ്മാമിക്ക് സുഖല്ലടാ. ആടാ അത് കുഴപ്പമില്ല, ഇപ്പൊ റെസ്റ്റിലാ. ആടാ കുട്ടിയാലും വന്നിട്ട് കാര്യങ്ങളൊക്കെ അയച്ചില്ലായില്ലേ? ആ ഫണ്ട് റെഡി ആയി, ഇപ്പൊ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമില്ല. ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായിരുന്നു, കള്ളനാണ്, കള്ളന് കഞ്ഞി വെച്ചവനാണ്. ഇപ്പൊ എന്താ അയാൾ എന്നെ വേണ്ടി വന്നില്ലേ? പഠിച്ചോൻ അയാൾ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ചാരിറ്റിക്ക് വേണ്ടി. അയാൾ കാരണം എത്ര കുടുംബം രക്ഷപ്പെടുന്നത്. എന്താടാ വെറുതെ ഹിമമഴ തഴുകുകയോ, പതിയെ മിഴിമുന തിരയുകയോ. വെറുതെ ഹിമമഴ തഴുകുകയോ, പതിയെ മിഴിമുന തിരയുകയോ. ഉയരാൻ ഇനി നീ ഇതിലേ നിമിഷമേ പറയുമോ വെറുതെ. ഓ കഥകളായിരം പറയുമോ സഖി, കസല് മോളുമി നടവഴിയിടകളിൽ. വെറുതെ ഹിമമഴ തഴുകുകയോ, പതിയെ മിഴിമുന തിരയുകയോ. ആരാ? കുട്ടിയാലിയാ? എന്താ കാര്യം? ഓപ്പറേഷൻ ചെയ്ത വകയിൽ കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട്. ഒരു ചൊറിഞ്ഞ കേസാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ഐഡിയ ഇല്ല. നമുക്ക് നോക്കാടോ, താൻ ടെൻഷൻ ആവണ്ട, എല്ലാം റെഡിയാവും. കൊറേ നാളായല്ലോ കണ്ടിട്ട്. ലീവൊക്കെ കഴിഞ്ഞോ? അമ്മയുടെ അസുഖമൊക്കെ എങ്ങനെ, ഭേദമായോ? അമ്മ ഇപ്പൊ ഉഷാറായി. ഓപ്പറേഷന് പൈസ ഒക്കെ തികഞ്ഞോ? ആ ചേച്ചി, ഇപ്പോ കിട്ടിയ കാശ് തിരിച്ചു ചോദിച്ചോണ്ടിരിക്കുക ആ കുട്ടിയാലി. നിന്റെ പൈസ എന്തിനാ അയാൾക്ക് കൊടുക്കണേ? എല്ലാവരും അയാൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് പറയണേ. ഇനി വിളിക്കുമ്പോ നീ ഫോൺ എനിക്കിതാ, ഞാൻ പറഞ്ഞു കൊടുക്ക അയാൾക്ക്. ഹലോ, ഹലോ, കുട്ടികളുടെ ഫ്രണ്ടാ. അതിന് നീ എന്താ കുട്ടികൾക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കില്ലെന്ന് കേട്ടു. എനിക്ക് തരാൻ സൗകര്യമില്ല. ഇയാൾക്ക് എന്നെ മനസ്സിലായില്ല തോന്നുന്നു. ഞാനേ ഇറച്ചി വെട്ടാൻ ഹൈദറാ. ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എനിക്ക് വെറുതെ പണി ഉണ്ടാക്കരുതിട്ടാ. താൻ ഏത് കോപ്പിൽ ഇറച്ചി വിട്ടുകാരനായാലും എനിക്കെന്താടോ? മോളെ, മര്യാദക്ക് പൈസ കൊടുക്കുന്ന നല്ലത്, മനസ്സിലായ? താൻ പോയി പണി നോക്കണോ? പേടിക്കാൻ എനിക്കറിയാം കേട്ടാ. താൻ കിട്ടണ പോലെ പേടിക്കും. വെച്ചിട്ട് പോടാ ഇവിടുന്ന്. നീ ആരാ? ഞാനിത് കൊറേ കണ്ടതാ. നിനക്ക് ആള് മാറി. അതെ, പറഞ്ഞ പോലെ ക്യാഷ് കൊടുത്തോട്ടാ. നാളെ
തന്നെ കൊടുത്തേക്കേ. നീ നാളെ തന്നെ പോയി ക്യാഷ് വാങ്ങിക്കോട്ടാ. നീ വണ്ടി എടുക്ക്. അല്ല ഇതറേ, ഇപ്പം ജയിലെല്ലാം എങ്ങനെയുണ്ട്? പഴയതുപോലെ നല്ലടോ, സംഗതി ഉഷാറാ, ഫുഡൊക്കെ അടിപൊളിയാ. എന്റെ പടച്ചോനെ, എനിക്കും പാടുന്നു പോരൂന്ന് തോന്നില്ലല്ലോ. ആ ക്യാഷ് വാങ്ങിട്ടേ എന്റെ വകുപ്പ് തരാൻ നോക്ക്. അത് പേടിക്കാൻ ആലോ ഓക്കെ അല്ലേ? എന്താ ഉസ്താദ്? സംഭവം കുറച്ച് സീരിയസ് ആണ് ഉസ്മാനെ, കുറച്ച് പൈസ വേണ്ടി വരും. ഉസ്താദ്, ഞാനൊരു വഴി നോക്കട്ടെ. എന്ത് വഴി? പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാമൂഹിക സേവകനും പാവങ്ങളുടെ കണ്ണിലുണിയുമായ കുട്ടിയാലി കൊയിലാണ്ടി വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന്റെ ഓപ്പറേഷന് വലിയൊരു തുക ആവശ്യമുള്ളതിനാൽ നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായി സഹായം ചെയ്തുകൊണ്ട് കുട്ടിയാലി കൊയിലാണ്ടിയെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്താ മോനെ? എന്താ എന്താടാ? 2 മലക്കുകൾ വന്ന് പല ദേഹത്തേക്ക് കൊറേ പൈസ എറിഞ്ഞിട്ട് പോയി. ഉപ്പാനെ രക്ഷിക്കാൻ പടച്ചോ അയച്ചതായിരിക്കും അവരെ, അല്ലേ ഉമ്മ? ഇളം കാറ്റിൻ ശ്രുതിയോ നിലക്കായൽ കുളിരോ തിരിഞ്ഞോടും മനമേ ഇരുൾ നീളും വഴിയേ ഉയരുകയായി സാഗരമേ ഉണരുകയായി കനവിതിലേ ഓ വെറുതെ ഹിമമഴ തഴുകുകയോ പതിയെ മിഴിമുന തിരയുകയോ